എല്ലാവർക്കും ആൽഡനിക് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നുണ്ട്. ആ ട്രിപ്പ് പോകാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1000 വ്യൂസ് ആയി കഴിഞ്ഞാലേ നമ്മൾ ട്രിപ്പ് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ തീരുമാനം ചെറുതായിട്ടൊന്ന് മാറ്റി. ഇപ്പോൾ നമുക്ക് ഏകദേശം 300 വ്യൂസ് ആയിട്ടുള്ളൂ ആ ഒരു വീഡിയോ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ആ വീഡിയോ കണ്ടവർ വളരെയധികം നല്ല രീതിക്കാണ് കമൻ്റൊക്കെ ചെയ്തേക്കുന്നത്. അതായത് കുറേ പേര് കമൻറ്റ് ചെയ്ത എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിക്ക് തന്നെയാണ് കേട്ടോ കമൻറ്റ് ചെയ്തത്. അപ്പം ആ ഒരു കമൻറ്റൊക്കെ തന്നെ മതി. എടാ നമുക്ക് അത്രയൊക്കെ സപ്പോർട്ട് മതിടാ, നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ട്രിപ്പ്. അപ്പം നമ്മളെന്തായാലും നമ്മുടെ സ്വിഫ്റ്റ് വെച്ചിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കും. പിന്നെ സെന്നിൻ്റെ അപ്ഡേറ്റിൻ്റെ വീഡിയോ നാളെ വരും കേട്ടോ. നമ്മൾ ആ സ്കേട്ടിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ വീഡിയോ നാളെ വരും. സെന്നിൻ്റെ അപ്ഡേറ്റ് എന്തായാലും നമ്മൾ ഈ ഒരു ചാനലിൽ നാളെ അപ്ലോഡ് ചെയ്യും കേട്ടോ. നാളെ ഈ വീഡിയോ വരുന്നതിന് പിറ്റേ ദിവസം. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് നമുക്ക് ട്രിപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ പ്രിപ്പറേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ആദ്യത്തെ സാധനമാണ് ഈ ഒരു ബാഗ് കേട്ടോ. ഫ്ലാഗ് ഈ ഒരു ഒറ്റ ബാഗ് മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. അതായത് പോകാനായിട്ട് ജസ്റ്റ് ഒരൊറ്റ ട്രാവലിംഗ് ബാഗാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മാക്സിമം ലഗേജ് കുറച്ചിട്ട് പോവാം എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ കാണുന്നത്. ജസ്റ്റ് ഒറ്റ ട്രാവലിംഗ് ബാഗാണ് ഇതും. പിന്നെ ചെറിയൊരു ലാപ്പിൻ്റെ ബാഗും ഉണ്ടാവും, അത് മാത്രമായിരിക്കും. പിന്നെ ഇവനും ഉണ്ടാവും, ഞാനും ഉണ്ടാവും. ഇതിപ്പോൾ ജസ്റ്റ് നമ്മളെ ഒരു ബുക്കിൽ എഴുതുകയാണ് എന്തൊക്കെയാണ് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ എടുക്കേണ്ടത്, കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് മേടിക്കാനുള്ളത് ഒക്കെ ജസ്റ്റ് ഇതിൽ എഴുതിയിട്ട് ഇന്ന് നമ്മൾ പോകും കേട്ടോ. മേടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കും. പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഇതിൽ എഴുതി വെക്കും, കാരണം മറന്നു പോകണ്ടല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ ലിസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നതെന്നുള്ളത്. അതായത് വല്ലാണ്ടൊന്നുമില്ല, മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുന്നത്. ഫുഡ് ഐറ്റംസ്, പിന്നെ ബ്രഷ്, പേസ്റ്റ്, അങ്ങനെ നമ്മളെ നോർമലായിട്ടുള്ള സാധനങ്ങൾ, ക്ലോത്ത്സൊക്കെ മേടിക്കാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. കാരണം ഇവിടെ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാനുള്ള ഒരു അങ്ങോട്ടേക്കാ ബാക്കോട്ടേക്ക് ഏതാണ് ഇവരൊക്കെ. ക്ലോത്ത്സൊക്കെ നമ്മൾ കയ്യിലുള്ള സാധനമൊക്കെ എടുത്തിട്ട് പോകാനുള്ളൊരു പ്ലാനാണ്. പിന്നെ ടെൻറ്റ് നിർബന്ധമായിട്ടും മേടിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടുന്ന് കേരളത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പമ്പിലൊക്കെ ടെൻ്റ് അടിക്കാനുള്ളൊരു പരിപാടിയാണ്. അതാകുമ്പോൾ റൂമിൻ്റെ ചാർജ് കൊടുക്കണ്ടല്ലോ. അങ്ങനെ കാറ് നിർത്തിയിട്ട് ടെൻ്റ് അടിക്കാൻ സമ്മതിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ടെൻ്റ് മേടിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പം ടെൻ്റ് മേടിക്കാനാണ് മെയിനായിട്ട് പോകുന്നത്. മിനറൽ വാട്ടർ നമുക്ക് നിറയ്ക്കാനായിട്ട് ക്യാനോ അങ്ങനെ എന്തെങ്കിലും ആണ്. പിന്നെ ടവൽസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് ബേസിക് ആയിട്ടുള്ള സാധനം എടുത്തിട്ടാണ് നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് ഡെക്കാത്തലോണിലേക്കാണ്. ഡെക്കാത്തലോണിൽ പോയിട്ട് നമുക്ക് ടെൻറ്റ് മേടിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഹൈവേയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഈ ഹൈവേൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാലിക്കറ്റുള്ള, അതായത് നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള കാലിക്കറ്റ് മലപ്പുറം ബോർഡറിലുള്ള ഹൈവേൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ നമ്മൾ പോകുന്ന സമയത്ത് ഈ ഹൈവേൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും, കംപ്ലീറ്റ് അല്ല, നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഒരു എന്താ പറയുക, യൂണിവേഴ്സിറ്റി മുതലുള്ള പിന്നെ കാലിക്കറ്റ് വരെയുള്ള ഹൈവേ ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളിവിടെയുള്ള പന്തിരങ്കാവ് പാലമാണ് കേട്ടോ. പാലം ഇപ്പോൾ ഓപ്പൺ ആക്കി. ആ പാലത്തിൻ്റെ ആ ഒരു സൈഡും കൂടി റെഡി ആവാനുണ്ട്. ആ സൈഡ് ഓൾറെഡി ഓപ്പൺ ആക്കിയതാണ് തോന്നുന്നുണ്ട്, ഇപ്പം ക്ലോസ് ചെയ്തതാണ്. അപ്പം പണി ഞാൻ പറഞ്ഞ പോലെ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെക്കാത്തലോണിൽ എത്താം. ഡെക്കാത്തലോണിൽ എത്തിയിട്ട് നമ്മുടെ ടെൻ്റ് എടുക്കാം കേട്ടോ. ആദ്യം ഇത് അവിടെ കാണുന്ന അതാണ് ഡെക്കാത്തലോൺ കേട്ടോ. അപ്പോൾ നമ്മൾ ഡെക്കാത്തലോണിൽ എത്തി. അത് റോഡ് പണി നടക്കുന്നതുകൊണ്ടേ ശരിക്കും അതായിരുന്നു എൻട്രി. റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് എൻട്രി ആക്കിയിട്ടുണ്ട്. നമ്മൾ ഡെക്കാത്തലോണിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം വണ്ടിയുണ്ട്. അപ്പം നല്ല തിരക്കും ഉണ്ടാവും. പിന്നെ നമുക്ക് വലിയ പണിയില്ല, നമുക്ക് ജസ്റ്റ് ടെൻ്റ് എടുത്തിട്ട് പോരാനല്ലേ ഉള്ളൂ. വണ്ടി നമ്മളവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഡെക്കാത്തലോണിലേക്ക് പോവാം. പോയിട്ട് ടെൻറ്റ് നോക്കാം. ടെൻറ്റ് നമ്മൾ 2 ദിവസം മുന്നേ ഇവിടെ വന്ന് നോക്കിയിട്ട് പോയതാണ്. അത്യാവശ്യം നല്ലൊരു സെറ്റ് ടെൻറ്റ് കണ്ടുവെച്ച് പോയതാണ്. ഏകദേശം 3500 രൂപയാണ് നമ്മൾ കണ്ട ആ ഒരു ടെൻറ്റിൻ്റെ റേറ്റ് വന്നത്. നമുക്ക് എന്തായാലും കയറി നോക്കാം.
അപ്പം നമ്മൾ ടെൻറ്റിൻ്റെ അടുത്ത് എത്തി. ഇവിടെയാണ് ഞാൻ പറഞ്ഞ നമ്മൾ കണ്ടുവച്ച ടെൻറ്റ്. ഈ ടെൻറ്റ് എന്ന് പറയുന്നത് റേറ്റ് കൂടുതലാണ് കേട്ടോ. അതിൽ മെറ്റീരിയൽ മാറ്റമുണ്ട്. അത് ഏകദേശം 4599 വരും. പിന്നെ അതാ നമ്മൾ ഈ ഒരു ടെൻറ്റാണ് ഉദ്ദേശിച്ചത്. 3599 കേട്ടോ. അത് 3 പേഴ്സണാണ് എടുക്കുന്നത്. കാരണം അതിനാകുമ്പോൾ കുറച്ചും കൂടി ഒരു സ്പേസ് കിട്ടുമല്ലോ കിടക്കാനായിട്ട്. ഇവിടെയൊക്കെ കുറേ ജാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ 4599. അതുമാതിരി റേറ്റൊക്കെ 2999. നമുക്ക് ഡൽഹിയിൽ എത്തിയിട്ടേ, കാരണം നമുക്ക് അങ്ങോട്ട് ജാക്കറ്റൊക്കെ ആവശ്യം വരും. എന്ത് നമുക്ക് ഡൽഹിയിൽ എത്തിയിട്ട് ഈ ജാക്കറ്റിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ട് വാങ്ങാം. കാരണം അങ്ങനെയാ. ഏത് പിന്നെ മണാലി പോലെ നമ്മൾ ഓൾ ഇന്ത്യ ആണ്. ടെൻറ്റ് വാങ്ങി ടെൻറ്റ് പിടിച്ച് പോകുന്നു. ടെന്റ് എടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങിട്ടോ. ഇവിടുന്ന് ടെന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ടെന്റിന് നമുക്ക് 3599 രൂപ, അതായത് 3600 രൂപയാണ് കേട്ടോ. അതായത് നമ്മൾ 3 പേഴ്സൺ ടെന്റാണ് എടുത്തിട്ടുള്ളത്. 3 ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ടെന്റാണ് എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 പേരെ പോകുന്നുള്ളൂ. പക്ഷെ 3 ആൾക്കുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ലഗേജ് നല്ല സേഫായിട്ട് വെക്കാൻ പറ്റുമല്ലോ. നമ്മുടെ അടുത്ത് തന്നെ വെക്കാൻ പറ്റും. ഞങ്ങളെ ഒരു ടെന്റ് ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്നല്ലോ. നമ്മൾ കേരള ടു കാശ്മീർ സൈക്ലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 2-3-4 വർഷം മുന്നേ. 4 വർഷം മുന്നേ. അപ്പം അന്ന് നമ്മളെ കയ്യിലൊരു ടെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു വയനാട്ടിലേക്ക്. അപ്പോൾ വയനാട്ടിലേക്ക് പോയപ്പോൾ ആ ടെന്റ് അടിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. വണ്ടീൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ബൈക്കുമായിട്ടായി പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചിങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്ക് ടെന്റ് കാണാനില്ല. ആരോ അടിച്ചു പോയി. അത് 2 പേഴ്സൺ ടെൻ്റായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം മാക്സിമം യൂസ് ചെയ്തതാണ്. പക്ഷെ പോയതിലൊരു വിഷമമുണ്ട് കേട്ടോ. കാരണം നമ്മൾ വേറൊരാളുടെ മുതൽ ശരിക്കും അങ്ങനെ ആഗ്രഹിക്കരുതല്ലോ. ആരാ എടുത്ത് പണ്ടാറങ്ങി. ഇനി അടുത്തത് നമ്മൾ ഹൈലൈറ്റ് മാളിലേക്കാണ് കേട്ടോ പോകുന്നത്. എന്തൊക്കെയാ ഇനി വേണ്ടി വരിക എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. ഈ ഹൈലൈറ്റിൽ നെസ്റ്റോല് നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. നെസ്റ്റോല് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അതായത് ട്രിപ്പിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എടുക്കാം. ഈ കാണുന്നത് മുഴുവൻ നമ്മുടെ ഹൈലൈറ്റിലേക്ക് കയറാനുള്ള ബ്ലോക്കാണ് കേട്ടോ. അവിടെ ഫുൾ ബ്ലോക്ക് ഉണ്ടാവുക. ഫുൾ ടൈം ഇവിടെ ബ്ലോക്കാണ് ഉണ്ടാവുക. ഇനി നമ്മുടെ ആ ഒരു മേൽപ്പാലം കൂടി ഇവിടുത്തെ സെറ്റായി കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്ലോക്കിനൊക്കെ ഒരു ക്ഷാമം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ ഹൈലൈറ്റ് മാള്. നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു ഹൈലൈറ്റ് മാളിലേക്ക്. ഇനി ഈ ബ്ലോക്കിൽ നിന്ന് ഒരു 5-10 മിനിറ്റ് അങ്ങനെ പോകും. അങ്ങനെ നമ്മൾ ഹൈലൈറ്റിൻ്റെ മുന്നിലെത്തി കേട്ടോ. മുന്നിലെ ബ്ലോക്കാണിത്. ഇനി ഈ ബ്ലോക്ക് കൂടി കഴിഞ്ഞാൽ ഓരോ ഘട്ടമാണ്. ഇനി ഈ ഘട്ടം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഹൈലൈറ്റിലേക്ക് കയറും. ഇത് പാർക്കിങ്ങിലേക്ക് കയറാനുള്ളൊരു ബ്ലോക്കാട്ടോ. ഒരു വിധത്തിൽ നമ്മൾ ഹൈലൈറ്റിലെ ബ്ലോക്ക് കഴിഞ്ഞ് ഹൈലൈറ്റിലെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് നേരെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ. ഇല്ലെങ്കിൽ പാർക്കിംഗ് എവിടെയാണ് വെച്ചതെന്നുള്ളത് വണ്ടി ഇവിടെയൊക്കെ വന്ന് വണ്ടി തപ്പി നടന്നൊരു കാലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹൈലൈറ്റിൻ്റെ ഉള്ളിലെത്തി. ഇനി നെസ്റ്റോ തപ്പി എടുക്കണം. ഹൈലൈറ്റിൽ കൂടെ നെസ്റ്റോയും തപ്പി നടക്കാം കേട്ടോ. ഗൈസ് നമ്മളങ്ങനെ നെസ്റ്റോയിലെത്തി കേട്ടോ. നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 618 രൂപയാണ് ആയത്. നമുക്ക് 2 സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഒന്ന് പറഞ്ഞാൽ ബോഡി വാഷും 3 സാധനം. ഒന്ന് ഈ പെരട്ട കളവെടുത്തതാണ്. ഒന്ന് ബോഡി വാഷും അതുപോലെ തന്നെ ഒന്ന് ഷാമ്പൂ. കാരണം അത് 2 എന്തായാലും പോകുന്ന സമയത്ത് ആവശ്യം വരും. 3 സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോപ്പിന് പകരമുള്ള സാധനം, 2 ഷാമ്പൂ, പിന്നെ 3 ടെൻറ്റ്. ഈ സാധനം മതി നമുക്ക്. ഇനി ജസ്റ്റ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാം. നെസ്റ്റോ ഒന്ന് അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല കൈസ്. അതുകൊണ്ടാണ് അവിടുന്ന് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്ന വീഡിയോ ഇടാഞ്ഞത് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതായത് ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം കാറിലല്ലേ പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് മേടിക്കേണ്ട വേറൊരു സാധനങ്ങളൊന്നും പ്രത്യേകിച്ച് കരുതി വെക്കേണ്ട ഒരു കാര്യം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ നമുക്ക് അടുത്തടുത്ത്, അതായത് കോയമ്പത്തൂർ, ഊട്ടി അങ്ങനെയൊക്കെ പോയിട്ടുള്ള ഒരു ശീലമേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് എന്തായാലും നമ്മുടെ യാത്ര തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ വേണം എന്നുള്ളത്. എന്തായാലും നമ്മളൊരു മിനിമലായിട്ടുള്ള സാധനം കൊണ്ടിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം അത് വളരെയധികം ഉപകാരപ്പെടും. നിങ്ങൾ എന്തെങ്കിലും എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യും കേട്ടോ.
എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോൻ്റെ സപ്പോർട്ട് എത്ര വരും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ ആ വീഡിയോയിൽ നിങ്ങളുടെ കമൻറ്റ് കണ്ടപ്പോൾ തന്നെ. അപ്പം ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് നമ്മുടെ ഈ യാത്രയിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ നമ്മുടെ സെന്നിൻ്റെ അപ്ഡേറ്റ് ആണ് കേട്ടോ. സെന്നിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ആ ഒരു സ്കേർട്ട് ചെയ്തതിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്തത് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ മൊത്തമായിട്ട് ആ സെന്നിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് വണ്ടി അവിടെ തന്നെ കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ആ ഒരു വർക്ക് എടുക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അതായത് ആളോട് നമ്മൾ നഷാദിൻ്റെ അടുത്താണ് കൊടുത്തത്. അപ്പം ആളോട് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോസ് എടുത്തിട്ട് നമ്മൾ ആ വീഡിയോസ് എന്തായാലും ചാനലിൽ അപ്ഡേറ്റ് പോലെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ എന്താ അടുത്ത ദിവസം നമ്മൾ എന്തായാലും നമ്മുടെ സെന്നിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമ്മുടെ യാത്രയിൽ നിങ്ങൾ കൂടെ നിൽക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.